വിടാമുയർച്ചി സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. അജിത്തിന്റെ ചെറിയ ഡാൻസ് മൊമെന്റ്സ് ഒക്കെ ഈ ഒരു ഫസ്റ്റ് സിംഗിളിൽ നമുക്ക് കാണാം. വിടാമുയർച്ചി സിനിമ പൊങ്കൽ റിലീസായിട്ട് ജനുവരി 10-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ടൊവിനോ തോമസിന്റെ ഐഡന്റിറ്റി സിനിമ ജനുവരി 2-ന് തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. ഈ വരുന്ന 29-ാം തീയതി പ്രീ റിലീസ് ഇവന്റ് നടത്താനുള്ള ഒരുക്കത്തിലാണ് സിനിമയുടെ ടീം. അന്നേ ദിവസം തന്നെ തൃശ്ശൂരുള്ള ഹൈലൈറ്റ് മാളിൽ രാവിലെ 11:30-ക്കും ഉച്ചയ്ക്ക് 3:30-ന് ലുലു മാള്, കോട്ടയത്തും തിരുവനന്തപുരത്തുള്ള ലുലു മാള് വൈകിട്ട് 6 മണിക്കും സിനിമയുടെ ടീം പ്രീ റിലീസ് ഇവന്റ് നടത്തുന്നുണ്ട്. എന്തായാലും നല്ലൊരു പ്രൊമോഷണൽ സ്ട്രാറ്റജി തന്നെയാണ് ഐഡന്റിറ്റി സിനിമയുടെ ടീം കൊടുക്കാൻ പോകുന്നത്. മാർക്കോ സിനിമ ഇപ്പോൾ തെലുങ്കിലും റിലീസ് ചെയ്യാൻ പോവുകയാണ്. മാർക്കോ സിനിമയുടെ തെലുങ്ക് വെർഷൻ റിലീസ് ചെയ്യുന്നത് ഈ വരുന്ന ജനുവരി 1-ാം തീയതിയാണ്. 1 കോടിയോളം രൂപ സിനിമയുടെ തെലുങ്ക് റൈറ്റ്സ് ഇപ്പോൾ വിറ്റുപോയിട്ടുണ്ട്. മാർക്കോ സിനിമയ്ക്ക് ഇന്നലെ കേരളത്തിലെ എസ്റ്റിമേറ്റഡ് കണക്കുകൾ പ്രകാരം 2,03 ലക്ഷം രൂപയാണ് കളക്ഷൻ നേടാൻ സാധിച്ചത്. മാർക്കോ സിനിമയ്ക്ക് ഹിന്ദിയിൽ 140ഓളം എക്സ്ട്രാ ഷോസ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. സിനിമ ഒരാഴ്ച കൊണ്ട് ഹിന്ദിയിൽ 29 ലക്ഷത്തോളം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു. എന്നാൽ 8-ാം ദിവസത്തിലേക്ക് വന്നപ്പോൾ ഒരു ദിവസം കൊണ്ട് 25 ലക്ഷമാണ് മാർക്കോ സിനിമ കളക്ഷൻ നേടിയിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് 27 ലക്ഷം രൂപ നേടിയ മാർക്കോ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് 25 ലക്ഷം രൂപ നേടുന്നു. എന്തായാലും വൻ ബോക്സ് ഓഫീസ് പ്രകടനം തന്നെയാണ് ഹിന്ദി ബോക്സ് ഓഫീസിൽ നിന്നും മാർക്കോ സിനിമ നേടുന്നത്. 8 ദിവസം കൊണ്ട് മാർക്കോ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 57 കോടിയോളം രൂപയാണ് കളക്ഷൻ ഇട്ടിരിക്കുന്നത്. ആഷിഖ് കപൂറിൻ്റെ റിഫിൽ ക്ലബ് സിനിമയുടെ 9 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 17 കോടിയോളം രൂപയാണ് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയിരിക്കുന്നത്. സിനിമ വമ്പൻ വിജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.